നമസ്കാരം, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LGS സിലബസിൻ്റെ അകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ അകത്ത് നമുക്ക് നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നവോത്ഥാന നായകന്മാരിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീ അയ്യങ്കാളിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹം എന്താണ്? അദ്ദേഹം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ് ആര്? അയ്യങ്കാളി. അപ്പോൾ നമ്മൾ ഇന്ന് അയ്യങ്കാളിയെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിക്കോടാ, നമ്മളിതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നോക്കിക്കേ, അയ്യങ്കാളി എന്ന് പറയുന്നത് PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ്. നിങ്ങൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അയ്യങ്കാളിയെ കുറിച്ചിട്ട് 2020 മുതൽ 2025 വരെ PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ അയ്യങ്കാളി ജനിച്ചത് എന്നാണ് എന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കല്ലുമാല പ്രക്ഷോഭം നടത്തിയത് ആരാണ് എന്നൊരു ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അയ്യങ്കാളിയെ കുറിച്ചിട്ട് റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് അയ്യങ്കാളി, അല്ലെങ്കിൽ ആരാണ് അയ്യങ്കാളി, അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാടാ, നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അയ്യങ്കാളിയെ കുറിച്ച് പഠിക്കാം. നോക്കിക്കോ, അയ്യങ്കാളി ജനിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1863 ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. 1863 ഓഗസ്റ്റ് 28 നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. അപ്പോൾ നോക്കിക്കോ, ഈ 1863 ഓഗസ്റ്റ് 28 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നേരത്തെ PYQs കണ്ട കൂട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 3-4 ക്വസ്റ്റ്യൻസിൽ എന്ത് വന്നിട്ടുണ്ട്? അയ്യങ്കാളി ജനിച്ച ഡേറ്റ് ഉൾപ്പെടെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ പഠിച്ചു വെച്ചോ, അയ്യങ്കാളി എന്നാണ് ജനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1863 ഓഗസ്റ്റ് 28 എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആൻസർ അറിയാം. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 1863 അയ്യങ്കാളി മാത്രമല്ല ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ, അല്ലെങ്കിൽ ആ വർഷം വേറെയും നവോത്ഥാന നായകന്മാർ ജനിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുമുണ്ട്. അന്നത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: താഴെ തന്നിരിക്കുന്നവയിൽ 1863 ജനിച്ച നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1863 ജനിച്ച മറ്റ് നവോത്ഥാന നായകന്മാരെ കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അതിന് ഞാനൊരു കോഡ് പറയാം. കോഡ് ആവശ്യമുള്ളവർ അങ്ങനെ പഠിക്കുക, അല്ലാതെ കാണാതെ പഠിക്കാം എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അങ്ങനെ പഠിക്കുക. ആരെയും കോഡ് പഠിക്കാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. വിവേകിയായ കാളിക്ക് 63 പല്ല്. എന്താണ്? വിവേകിയായ കാളിക്ക് എത്ര പല്ല്? 63 പല്ല്. വിവേകിയായ കാളിക്ക് 63 പല്ല് എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ്ടാ വിവേകി? വിവേകി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു നവോത്ഥാന നായകൻ ആര് തന്നെയാണ്? ആരാണത്? വിവേകാനന്ദൻ. അപ്പോ വിവേകാനന്ദൻ. അടുത്ത കാളി ആരാടാ? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, അയ്യങ്കാളി. അപ്പൊ കാളി ആരാണ്? അയ്യങ്കാളി. അടുത്ത് നോക്കിക്കേ, പിന്നെ പറയുന്നു 63. 63 എന്താ? 1863. 63 എന്താണ്? 1863. പിന്നെ പറയുന്നു പല്ലാരാണ്? ഡോക്ടർ പൽപ്പു ആണ്. പല്ലാരാണ്? ഡോക്ടർ പൽപ്പു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു 1863 ജനിച്ച നവോത്ഥാന നായകന്മാർ ആരൊക്കെയാണ്? വിവേകാനന്ദനുണ്ട്, അയ്യങ്കാളി ഉണ്ട്, ഡോക്ടർ പൽപ്പു ഉണ്ട്. നമ്മൾ അതിനൊരു കോഡ് പറഞ്ഞു. എന്താണ്? വിവേകിയായ കാളിക്ക് എത്ര പല്ല്? 63 പല്ല്. അപ്പോൾ വിവേകിയായ കാളിക്ക് 63 പല്ല് എന്ന് പറയുന്ന കോഡിലൂടെ നമുക്ക് എന്ത് പഠിക്കാം?
1863 ജനിച്ച നവോത്ഥാന നായകന്മാരെ പഠിക്കാം. അപ്പോൾ നമ്മൾ 3 പേരുടെ പേര് പറഞ്ഞു. ശ്രീ വിവേകാനന്ദൻ, അയ്യങ്കാളി, ഡോക്ടർ പൽപ്പു. ഇവർ 3 പേരും ജനിക്കുന്നത് ഏത് വർഷമാണ്ടാ? ഇവർ 3 പേരും ജനിക്കുന്നത് എന്നാണ്? 1863 അതിൽ അയ്യങ്കാളി എന്നാ ജനിക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1863 ഓഗസ്റ്റ് 28 എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിക്കുന്നത്. ഓക്കെ അല്ലേ ഇത്രയും കാര്യം? അടുത്ത് നോക്കിക്കേ, ഇദ്ദേഹത്തിന്റെ ജന്മഗൃഹം, അയ്യങ്കാളി ജനിച്ച വീടിന്റെ പേര്. ഇങ്ങനെയും PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓരോ നവോത്ഥാന നായകന്മാരും പിറന്നു വീണ വീടിന്റെ പേര് അവരെന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. അയ്യങ്കാളി ജനിച്ച വീടിന്റെ പേര് അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ ജന്മഗൃഹം ഏതാണ്ടാ? പ്ലാവത്തറ വീട്. ഏതാണ്? പ്ലാവത്തറ വീട്. അപ്പോൾ പ്ലാവത്തറ വീട്ടിലാണ് ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പ്ലാവത്തറ വീടിൽ ആര് ജനിക്കുന്നു? ശ്രീ അയ്യങ്കാളി ജനിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കിക്കോ, അച്ഛന്റെ പേര്. അച്ഛന്റെ പേരെന്താണ്ടാ? പഠിക്കാൻ എളുപ്പമല്ലേ? അയ്യൻ. അച്ഛന്റെ പേരെന്താണ്? അയ്യൻ. മാതാവിന്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേര് അതും നോക്കിക്കേ, മാല. മാതാവിന്റെ പേരെന്താണ്? മാല. അടുത്ത് നോക്കിക്കോ, ഭാര്യയുടെ പേര്. ഭാര്യയുടെ പേരെന്താണ്ടാ? ചെല്ലമ്മ. ഭാര്യയുടെ പേരെന്താണ്? ചെല്ലമ്മ. അപ്പോൾ അച്ഛന്റെ പേര് അയ്യൻ, അമ്മയുടെ പേര് മാല, ഭാര്യയുടെ പേര് ചെല്ലമ്മ. ഭാര്യയുടെ പേരെന്താണ്? ചെല്ലമ്മ. അത് കഴിഞ്ഞ് നോക്കിക്കോ, അയ്യങ്കാളിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാണ് എന്ത്? കാളി. ബാല്യകാല നാമം എന്താണ്? കാളി. അങ്ങനെ പിൽക്കാലത്ത് അയ്യന്റെ മകനായ കാളി എന്തെന്നറിയപ്പെടാൻ തുടങ്ങി? അയ്യങ്കാളി. അപ്പോൾ അയ്യന്റെ മകനായ കാളി പിൽക്കാലത്ത് എന്തെന്നറിയപ്പെട്ടു? അയ്യങ്കാളി എന്ന് അറിയപ്പെട്ടു. അദ്ദേഹം എന്നാണ് അന്തരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1941 ജൂൺ 18 അപ്പോൾ അയ്യങ്കാളി അന്തരിച്ച വർഷം എന്നാണ്ടാ പറഞ്ഞോ? 1941 ജൂൺ 18 ഓക്കെ അല്ലേടാ? അപ്പോൾ 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരില് എവിടെ? പ്ലാവത്തറ വീടിലാണ് അയ്യങ്കാളി ജനിക്കുന്നത്. അച്ഛൻ അയ്യൻ, അമ്മ മാല, ഭാര്യയുടെ പേര് ചെല്ലമ്മ. ബാല്യകാല നാമം കാളി എന്നാണ്. 1941 ജൂൺ 18 ഇദ്ദേഹം അന്തരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അയ്യങ്കാളിയുടെ ഒരു ബേസിക് ഡീറ്റെയിൽസ് എന്നോണം നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അയ്യങ്കാളി ജനിച്ച വർഷമാണ് വിത്ത് ഡേറ്റ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അടുത്ത പോയിന്റ് നോക്കിക്കേ, അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങളാണ്. ഒന്നാമത്തെ വിശേഷണം നോക്കിക്കോ, പേരിനോടൊപ്പം എന്ത്? മഹാത്മാ എന്ന് ചേർത്തിട്ടുള്ള കേരളത്തിലെ ഏക സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. ഇപ്പൊ പേരിനൊപ്പം മഹാത്മാ എന്ന വിശേഷണമുള്ള ഒരേ ഒരു കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. അദ്ദേഹത്തെ മഹാത്മാ അയ്യങ്കാളി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് നോക്കിക്കോ, ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? അയ്യങ്കാളിയെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ് ആര്? അയ്യങ്കാളി. അടുത്ത നോക്കിക്കോ, ആളിക്കത്തിയ തീപ്പൊരി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അയ്യങ്കാളിയെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അയ്യങ്കാളിയെയാണ്. അതേപോലെ കേരള സ്പാർട്ടക്കസ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അയ്യങ്കാളിയെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാ? പേരിനൊപ്പം മഹാത്മാ എന്ന വിശേഷണമുള്ള കേരളത്തിലെ ഏക നവോത്ഥാന നായകനാണ് ആര്?
അയ്യങ്കാളി. അതേപോലെ അദ്ദേഹത്തെ എന്തായി കണക്കാക്കുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി കണക്കാക്കപ്പെടുന്നു, അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. ആരെ? അയ്യങ്കാളിയെ. പിന്നെ നമ്മൾ പറഞ്ഞു കേരള സ്പാർട്ടക്കസ് എന്നും ആളിക്കത്തിയ തീപ്പൊരി എന്നും വിശേഷണമുള്ളത് ആർക്കാണ്? അയ്യങ്കാളിക്കാണ്. അടുത്തത് നോക്കിക്കോ, അദ്ദേഹം അടുത്തെന്തെന്നാണ് അറിയപ്പെടുന്നത്? ആധുനിക ദളിതരുടെ പിതാവ്. അദ്ദേഹം എന്തെന്നറിയപ്പെടുന്നു? ആധുനിക ദളിതരുടെ പിതാവ്. അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണ്? അദ്ദേഹം ആർക്ക് വേണ്ടിയാ പ്രവർത്തിക്കുന്നത്? അധസ്ഥിത വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ടാണ് ആര് പ്രവർത്തിച്ചത്? ശ്രീ അയ്യങ്കാളി പ്രവർത്തിച്ചത്. അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നു? ആധുനിക ദളിതരുടെ പിതാവ്. അടുത്ത പോയിന്റ് നോക്കിക്കോ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചു. ആര്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി എന്ത് പറഞ്ഞു? അയ്യങ്കാളി ഇന്ത്യയുടെ മഹാനായ പുത്രനാണ് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആരാണ്? അയ്യങ്കാളിയാണ്. അതേപോലെ ഇന്ത്യയുടെ മഹാനായ പുത്രനാണ് അയ്യങ്കാളി എന്ന് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു ഉത്തരമുണ്ട്. ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ നോക്കിക്കോ, പുലയ രാജ എന്ന വിശേഷണം നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. പുലയരുടെ രാജാവാണ്, പുലയ രാജാവാണ് എന്നുള്ള വിശേഷണം നൽകി ആര്? മഹാത്മാഗാന്ധി. കാരണം അദ്ദേഹം ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതേപോലെ എന്താണ്, വളരെ വലിയൊരു മാറ്റം അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ കൊണ്ടുവരാൻ അയ്യങ്കാളി ചെലുത്തിയ സ്വാധീനം എന്ന് പറയുന്നത് വളരെ ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജി അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു? പുലയ രാജ. അപ്പോൾ പുലയ രാജ എന്ന വിശേഷണം ഉള്ളത് ആർക്കാണ്? മഹാത്മാഗാന്ധി. അങ്ങനെ ആരെയാണ് വിളിക്കുന്നത്? ശ്രീ അയ്യങ്കാളിയെയാണ് വിളിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയ്യങ്കാളി എന്ന് പറഞ്ഞത് ആരാണ്? EK നായനാർ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആര്? അയ്യങ്കാളി. അങ്ങനെ പറഞ്ഞത് ആരാണ്? EK നായനാരാണ്. അപ്പോൾ ആധുനിക ദളിതരുടെ പിതാവ് അയ്യങ്കാളിയാണ്. അതുപോലെ ഇന്ദിരാഗാന്ധി എന്തെന്ന് പറഞ്ഞു? ഇന്ത്യയുടെ മഹാനായ പുത്രനാണ് അയ്യങ്കാളി എന്ന് പറഞ്ഞു. അതുപോലെ മഹാത്മാഗാന്ധി എന്തെന്ന് പറഞ്ഞു? പുലയ രാജ എന്ന വിശേഷണം നൽകി. ആർക്ക്? അയ്യങ്കാളിക്ക്. അതേപോലെ EK നായനാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ, അദ്ദേഹത്തെ എന്തെന്ന് പറഞ്ഞു? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയ്യങ്കാളി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ആര്? EK നായനാർ. അപ്പോൾ അയ്യങ്കാളിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 3 പോയിന്റ്സ് ആണ്. അടുത്ത പോയിന്റ് നോക്കിക്കേ, അയ്യങ്കാളി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞു? ഞാൻ പ്രതിഷ്ഠിക്കുന്നത് കൂടിയ ശിവനെ അല്ല. എങ്ങനത്തെ ശിവനെയാണ്? ഞങ്ങളുടെ പുലയ ശിവനെയാണ് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് എന്ന് എന്ത് ചെയ്തു? മേൽജാതിക്കാരോട് വിളിച്ചു പറഞ്ഞു. കാരണം അന്ന് എന്താണ്, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിഗ്രഹങ്ങളെ ആരാധിക്കാനോ ഈ മേൽജാതിക്കാര് പോകുന്ന അമ്പലങ്ങളിൽ പ്രവേശിക്കാനോ പൊതുനിരത്തുകളിൽ കൂടി നടക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്ടാ? അത് ശ്രീ നാരായണ ഗുരുവാണ്. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ? ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്ടാ? അയ്യങ്കാളിയാണ്. അടുത്ത പോയിന്റ് നോക്കിക്കേ. അടുത്ത് പറയുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠമെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് ആരാ? അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠമെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞു. കാരണം അന്നത്തെ കാലത്ത് കുട്ടികൾക്ക്, നമ്മുടെ അയ്യങ്കാളിക്ക് ഉൾപ്പെടെ, വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസം നൽകണം. എല്ലാവരെയും പോലെ തന്നെ തങ്ങളുടെ കുട്ടികളും പഠനത്തിന് അർഹരാണ്, വിദ്യാഭ്യാസത്തിന് അർഹരാണ് എന്ന് അയ്യങ്കാളി വാദിക്കുകയും കുട്ടികളെ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ മേൽജാതിക്കാർ ഇതിനെയൊക്കെ എതിർത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്താണ്, നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നിട്ടുള്ള, ഞങ്ങൾ കൃഷി ചെയ്യുന്ന നിങ്ങളുടെ നിലങ്ങൾ ഞങ്ങൾ എങ്ങനെയാക്കും? ആ പാടത്ത് ഞങ്ങൾ കൃഷി ഇറക്കാതെയാക്കും. അവിടെ എന്താണ്, മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് ആര് പറയുന്നു? അയ്യങ്കാളി പറയുന്നു. അപ്പോൾ ആ പോയിന്റും ക്ലിയർ ആണേ. ഇനി നമുക്ക് നോക്കാനുള്ളത്
അയ്യങ്കാളി അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ സാധാരണക്കാർ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന അധസ്ഥിത വിഭാഗക്കാർക്ക് പൊതുനിരത്തുകൾ ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പ്രവേശിക്കുവാനോ സഞ്ചാര സ്വാതന്ത്ര്യമോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? ശ്രീ അയ്യങ്കാളി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയിരുന്നില്ല. പിൽക്കാലത്ത് അദ്ദേഹത്തെ വിദ്യ അഭ്യസിച്ചത് അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും വിദ്യാഭ്യാസം നൽകിയത് തൈക്കാട് അയ്യാഗുരുക്കളാണ്. അപ്പോൾ തങ്ങളുടെ അതായത് തനിക്ക് വന്ന ഗതി തങ്ങളുടെ പിൻതലമുറക്കാർക്ക് വരരുത് അല്ലെങ്കിൽ പിന്തുടർച്ചക്കാർക്ക് വരരുത് അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വരരുത് എന്നൊരാവശ്യവുമായി വിദ്യാഭ്യാസത്തിന് വേണ്ടിയും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്? ശ്രീ അയ്യങ്കാളി. അപ്പോൾ നോക്കിക്കോ, ദളിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് യാത്ര നടത്തി? വില്ലുവണ്ടി യാത്ര നടത്തി. അപ്പോൾ ദളിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി അയ്യങ്കാളി നടത്തിയതാണ് എന്ത്? വില്ലുവണ്ടി യാത്ര. അതെവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കവടിയാർ കൊട്ടാരം വരെയാണ് അദ്ദേഹം എന്ത് നടത്തുന്നത്? വില്ലുവണ്ടി യാത്ര നടത്തുന്നത്. അതായത് അന്നത്തെ കാലത്ത് വില്ലുവണ്ടി അതായത് കാളയെ കെട്ടിയ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി ഉപയോഗിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിൽ സഞ്ചരിക്കാനുള്ള അധികാരം ഈ മേൽജാതിക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഇതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തങ്ങൾക്കും സുരക്ഷിതമായി യാത്ര ചെയ്യണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ട് അയ്യങ്കാളി എന്ത് ചെയ്യുന്നു? അയ്യങ്കാളി സ്വന്തമായി ഒരു വില്ലുവണ്ടി അതായത് കാളയെ കെട്ടിയ ഒരു വണ്ടി സ്വന്തമായി നിർമ്മിച്ച് അദ്ദേഹം അതിൽ കയറി എങ്ങോട്ട് പോകുന്നു? നമ്മുടെ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അദ്ദേഹം ഒരു യാത്ര നടത്തി. അങ്ങനെ ആണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി യാത്ര ജനശ്രദ്ധ ആകർഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 1893 ദളിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് യാത്ര നടത്തുന്നു? വില്ലുവണ്ടി യാത്ര നടത്തുന്നു. എവിടെ നിന്ന് എങ്ങോട്ടാണ്? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ്. അങ്ങനെ അദ്ദേഹം എന്തിനു വേണ്ടി? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു യാത്ര നടത്തി. അങ്ങനെ ഏകദേശം 1900 ഒക്കെ ആകുമ്പോഴത്തേക്കും അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാള് പൊതുനിരത്തുകളിൽ കൂടി സഞ്ചരിക്കാനുള്ള ചെറിയൊരു അവകാശം ഈ അധസ്ഥിത വിഭാഗക്കാർക്ക് കൊടുക്കുകയുണ്ടായി. അടുത്ത പോയിന്റ് നോക്കിക്കേ, 1898 ആറാലുമൂട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ 1898 എന്ത് നടക്കുന്നത്? ആറാലുമൂട് ലഹള നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയതും ആരാണ്? ശ്രീ അയ്യങ്കാളിയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ അടുത്ത പോയിന്റ്, 1898 എന്ത് നടന്നു? ചാലിയത്തെരുവ് ലഹള. 1898 എന്ത് നടന്നു? ചാലിയത്തെരുവ് ലഹള നടന്നു. ഇതും എന്തിനു വേണ്ടിയാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ സൂത്രധാരനും ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ട? അതും അയ്യങ്കാളിയാണ്. അപ്പോൾ 1893 ഇദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തി. 1898 എന്ത് നടത്തി? 2 ലഹള നടത്തി. ഏതൊക്കെയാണ്? ആറാലുമൂട് ലഹളയും അതുപോലെ ചാലിയത്തെരുവ് ലഹളയും നടത്തി. ആര്? അയ്യങ്കാളി. അത് കഴിഞ്ഞിട്ട് പറയുന്നു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. ആര്? അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളി എന്നാണ് കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നത്? 1905. അപ്പോൾ 1905 അയ്യങ്കാളി എന്ത് ചെയ്യുന്നത്? കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യങ്കാളിക്ക് എന്ത് കിട്ടിയിട്ടില്ല? വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അപ്പോൾ അയ്യങ്കാളി ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നു. എവിടെ? വെങ്ങാനൂരിൽ. വർഷം ഏതാണ്ട? 1905. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയ്യങ്കാളിക്ക് എന്ത് കിട്ടിയിട്ടില്ല? വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അപ്പോൾ തനിക്ക് വിദ്യാഭ്യാസം കിട്ടാത്തതുപോലെ ഇനി തങ്ങളുടെ സഹോദരങ്ങൾക്കും കിട്ടാതിരിക്കരുത് എന്നൊരാശയം അല്ലെങ്കിൽ അങ്ങനെ ആവരുത് എന്നുള്ള തോട്ടിന്റെ പുറത്ത് അയ്യങ്കാളി എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നു. തമിഴ് കലർന്ന മലയാളത്തിൽ കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? വീട്. അർത്ഥം എന്താണ്? വീട് എന്നാണ്. അപ്പോൾ വീടിനുള്ളിൽ തന്നെ ഒരു പള്ളിക്കൂടം ഗുരുകുല മാതൃകയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നു വെങ്ങാനൂരിൽ. ഏത് വർഷമാണ്? 1905. അതേപോലെ 1905 മുതൽ 1907 വരെ എന്ത് നടക്കുന്നു? ഒരു കർഷക സമരം നടത്തുന്നു. ആര്? അയ്യങ്കാളിയാണ്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും അതേപോലെ വിദ്യാഭ്യാസങ്ങൾ
ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് നടത്തുകയുണ്ടായി? 1905-1907 കാലഘട്ടത്തിൽ ഒരു കർഷക സമരം നടത്തി. പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇവരെ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. അറിയാലോ, അന്ന് ജന്മിമാർ അല്ലെങ്കിൽ ഈ പറയുന്ന മേൽജാതിക്കാരുടെ കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആരുടെ ആയിരുന്നു? താഴ്ന്ന ജാതിക്കാരുടെ ആയിരുന്നു. അവര് പകലന്തിയോളം എന്ത് ചെയ്യും? പണിയെടുക്കും. എന്നാൽ അവർക്ക് എന്ത് കൊടുക്കില്ല? കൂലി കൊടുക്കില്ല. അവരെ വിശ്രമിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അയ്യങ്കാളി എന്ത് ചെയ്തു? തങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയം വേണം, 8 മണിക്കൂറേ ഞങ്ങൾ ജോലി ചെയ്യൂ, ജോലി ചെയ്താൽ കൂലി കിട്ടണം. അതേപോലെ അന്നത്തെ കാലത്ത് ഇവർക്ക് ചായ കൊടുത്തിരുന്നു. ഈ ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് ചായ കൊടുത്തിരുന്നു. എന്തില്? ചിരട്ടയില്. അപ്പോൾ അതിനുള്ള ചിരട്ടയിൽ അവർക്ക് ചായ കൊടുത്തതിനെതിരെയും അതേപോലെ ജോലി സമയം കുറയ്ക്കുവാനും അതേപോലെ ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള പൈസ കൂലിയായി തന്നെ ഞങ്ങൾക്ക് വേണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം കൂടി ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? 1905-1907 കാലഘട്ടത്തിൽ ഒരു കർഷക സമരം സംഘടിപ്പിക്കുന്നു. ഓക്കെ അല്ലേടാ ഇത്രയും കാര്യങ്ങള്? അത് കഴിഞ്ഞിട്ട് നോക്കിക്കോ, അദ്ദേഹം എന്ത് ചെയ്തു? അവർണ ജാതിക്കാരുടെ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം സാധുജന പരിപാലന സംഘം എന്ന പേരിൽ ഒരു സംഘം ആരംഭിച്ചു, ഒരു കൂട്ടായ്മ ആരംഭിച്ചു. ഇനി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്ടാ? അത് അയ്യങ്കാളിയാണ്. എന്തിന്റെ മാതൃകയിലാണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SNDPയുടെ മാതൃകയിലാണ്. നമുക്കറിയാം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ മാതൃകയിൽ അയ്യങ്കാളി എന്ത് ചെയ്യുന്നു? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നു. ഏത് വർഷമാണ്? 1907. അപ്പോൾ SNDPയുടെ മാതൃകയിൽ അയ്യങ്കാളി രൂപീകരിച്ചതാണ് എന്ത്? സാധുജന പരിപാലന സംഘം. വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1907. എന്നാൽ 1938 ഈ പറയുന്ന സാധുജന പരിപാലന സംഘത്തിന്റെ പേര് മാറ്റി എന്താക്കി? പുലയ മഹാസഭ എന്നാക്കി. അപ്പോൾ 1907 നിലവിൽ വന്ന സാധുജന പരിപാലന സംഘത്തെ 1938 എന്താക്കി മാറ്റി? പുലയ മഹാസഭയാക്കി മാറ്റി. ഇനി ഇതിനൊരു മുഖപത്രമുണ്ട്, സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം. അതായത് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ എന്താണ്, നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മീഡിയംസ് ഉണ്ട് അല്ലേ? അതായത് നമുക്ക് TV-യിലൂടെ കാര്യങ്ങൾ അറിയാം, ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയാസ് ഉണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു എന്താണ് അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നും ഇന്ന ലക്ഷ്യങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ടെന്നും ബാക്കിയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിനെന്തുണ്ടായി? ഒരു മുഖപത്രം ഉണ്ടായി. അപ്പോൾ ഈ മുഖപത്രത്തിന്റെ പേര് PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ്? സാധുജന പരിപാലിനി. മുഖപത്രത്തിന്റെ പേരെന്താണ്? സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി വന്ന വർഷം എന്നാണ്ടാ? 1913. അപ്പോൾ 1913 സാധുജന പരിപാലിനി നിലവിൽ വരുന്നത്. ഇത് എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി. എവിടെ നിന്നാണെടാ? ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലിനി നിലവിൽ വരുന്നത്. നോക്കിക്കേ, സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ എഡിറ്റർ ആരാ? ചെമ്പന്തറ കാളിച്ചോതിക്കറുപ്പൻ. പേരെന്താണ്? ചെമ്പന്തറ കാളിച്ചോതിക്കറുപ്പൻ. ഇദ്ദേഹത്തെ എന്തെന്നും അറിയപ്പെടുന്നു? കാളിച്ചോതിക്കറുപ്പൻ, KC കറുപ്പൻ എന്നും അറിയപ്പെടുന്നു. എടാ അപ്പോ സാധുജന പരിപാലിനി ചങ്ങനാശ്ശേരിയിൽ നിന്നും 1913 ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ ആരംഭിക്കുന്നു. ഇതിന്റെ ആദ്യത്തെ പത്രാധിപർ ആരാണ്? ചെമ്പന്തറ കാളിച്ചോതിക്കറുപ്പൻ അല്ലെങ്കിൽ KC കറുപ്പൻ. അപ്പോ അധസ്ഥിത വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അയ്യങ്കാളി രൂപീകരിക്കുന്നു സാധുജന പരിപാലന സംഘം. എന്തിന്റെ മാതൃകയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SNDPയുടെ മാതൃകയിൽ, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ മാതൃകയിൽ 1907 സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത്. ഇതിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. വന്ന വർഷം 1913. എവിടെ നിന്ന്? ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ഇതിന്റെ ആദ്യത്തെ എഡിറ്റർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ട? ചെമ്പന്തറ
കാളിച്ചോതിക്കറുപ്പനാണ്. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിന്റെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്കിനി അടുത്ത പോയിന്റ് നോക്കിയാലോ. അടുത്ത് പറയുന്നത് സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 പോയിന്റ്സ് പറയുന്നുണ്ട്, നോക്കിക്കോ. അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. അപ്പോൾ അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അതിന്റെ ലക്ഷ്യമായിരുന്നു ഏതിന്റെ? സാധുജന പരിപാലന സംഘത്തിന്റെ. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് എന്ത്? സ്കൂൾ പ്രവേശനം. അപ്പോൾ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ സ്കൂൾ പ്രവേശനവും എന്തിന്റെ ലക്ഷ്യമാണ്? സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യമാണ്. അടുത്ത് പറയുന്നു, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ്. തൊഴിലെടുക്കുന്നവർക്ക് എന്താണ്? കൂലി വർധനവ്. അപ്പോൾ ഈ പറയുന്ന 3 പോയിന്റ്സും എന്തിന്റെ? സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളാണ്. എന്തൊക്കെയാ പറഞ്ഞേ? സഞ്ചാര സ്വാതന്ത്ര്യം, അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവർണ വിഭാഗക്കാർക്ക് സ്കൂളുകളിൽ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ്. ഇത് ഇത്രയും സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. ക്ലിയർ അല്ലേടാ? അടുത്ത് നോക്കിക്കേ. അടുത്ത് പറയുന്ന എന്താ? ഇദ്ദേഹം എന്ത് ചെയ്തു? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. എന്നാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്? 1911 ഡിസംബർ 5 ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നു. അവിടെ നമ്മളൊരു പോയിന്റ് ഓർത്ത് വെക്കണം. എന്താണ്? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന ആദ്യത്തെ ദളിത് വിഭാഗക്കാരനാണ് ആര്? അയ്യങ്കാളി. അപ്പൊ പോയിന്റ് എങ്ങനെയായിരുന്നു? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വിഭാഗക്കാരൻ ആരാണ്? അത് നമ്മുടെ അയ്യങ്കാളിയാണ്. ഇനി എന്നാണ് ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്? 1911 ഡിസംബർ 5 ഇദ്ദേഹം തുടർച്ചയായി എത്ര വർഷം? 28 വർഷം ഇതിൽ അംഗമായിരുന്നു. അദ്ദേഹം തുടർച്ചയായി 28 വർഷം എവിടെ അംഗമായിരുന്നു? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വിഭാഗക്കാരനാണ് അയ്യങ്കാളി. 1911 ഡിസംബർ 5 ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്. തുടർച്ചയായി എത്ര വർഷം? 28 വർഷം ഇദ്ദേഹം ഇതിൽ അംഗമായിരുന്നു എന്നും പറയപ്പെടുന്നു. അടുത്ത് നോക്കിക്കേ. 1912 നമ്മുടെ തിരുവനന്തപുരത്തെ എവിടെ? നെടുമങ്ങാട് വെച്ച് നടന്ന നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് ഇദ്ദേഹം എന്ത് ചെയ്തു? നേതൃത്വം നൽകി. 1912 നടന്ന ചന്തലഹള ഏത്? നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് ഇദ്ദേഹം എന്ത് ചെയ്തു? നേതൃത്വം നൽകി. അതായത് നെടുമങ്ങാട് ചന്തയ്ക്കുള്ളിൽ എന്താണ്? സവർണ ജാതിക്കാർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർണ ജാതിക്കാർക്കും കൂടി പ്രവേശനം നൽകണം, അവിടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്നീ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അയ്യങ്കാളി നടത്തിയതാണ് എന്ത്? നെടുമങ്ങാട് ചന്തലഹള എന്നാണ്. 1912 അടുത്ത് നോക്കിക്കോ. ഊരുട്ടമ്പലം ലഹള. അടുത്ത് ഊരുട്ടമ്പല ലഹള എന്താണെന്നാണ് പോയിന്റ്സ് നോക്കിക്കേ. പഞ്ചമി എന്ന പുലയ പെൺകുട്ടിയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് അയ്യങ്കാളി സ്കൂളിലെത്തി. തുടർന്ന് പഞ്ചമിയെ സ്കൂളിൽ കയറ്റി ഇരുത്തുകയായിരുന്നു. ഇതിൽ കുപിതരായ ജന്മിമാർ പള്ളിക്കൂടത്തിന് തീയിട്ടു. അതോടെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ദളിതർ ലഹള ആരംഭിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ശ്രമഫലങ്ങൾക്കൊക്കെ ഒടുവിൽ എന്തായി? ദളിത് വിഭാഗക്കാരെ സർക്കാർ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കാമെന്നായി. അങ്ങനെ ദളിത് വിഭാഗത്തിൽപ്പെട്ട പഞ്ചമി എന്ന് പറയുന്ന കുട്ടി എന്ത് ചെയ്യുന്നു? വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഊരുട്ടമ്പലം സ്കൂളിലോട്ട് എത്തുകയാണ്. അപ്പോൾ അവരിങ്ങനെ സ്കൂളിലെത്തി. അപ്പോൾ പഞ്ചമിയെ എന്ത് ചെയ്തു? അധികൃതർ സ്കൂളിൽ കയറ്റി ഇരുത്തി. എന്നാൽ അവിടെ അധ്യാപകനായിരുന്ന ഒരു വ്യക്തി, സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം പഞ്ചമിയെ സ്കൂളിൽ നിന്നും പുറത്താക്കി. മേൽജാതിക്കാർ പഠിക്കുന്ന സ്കൂളിൽ കീഴ്ജാതിക്കാരിയായ ഒരു പെൺകുട്ടി പഠിക്കേണ്ട എന്നവർ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ അയ്യങ്കാളി സ്കൂളിൽ എത്തുകയാണ്. സ്കൂളിൽ എത്തിയിട്ട് അയ്യങ്കാളി എന്ത് ചെയ്തു? പഞ്ചമിയെ ക്ലാസ് മുറിയിൽ കയറ്റിയിരുത്തി. അപ്പോൾ ഇതിൽ കുപിതരായിട്ടുള്ള മേൽജാതിക്കാർ എന്ത് ചെയ്തു? അവര് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അവരെന്ത് ചെയ്തു? മേൽജാതിക്കാർ പഠിക്കേണ്ട സ്കൂളിൽ ഒരു കീഴ്ജാതിക്കാരിയായ പെൺകുട്ടി കയറി എന്നുള്ള ആ ഒരു ഇതില് അവർ ആ സ്കൂളിനെ എന്ത് ചെയ്തു?
തീ കൊളുത്തി. അങ്ങനെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ എന്ത് നടക്കുന്നു? ഒരു പ്രക്ഷോഭം നടക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ഊരുട്ടമ്പലം ലഹള. ഇനി എന്താണ് ഈ ഊരുട്ടമ്പല ലഹള നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1915. അപ്പോൾ 1915 എന്ത് നടക്കുന്നത്? ഊരുട്ടമ്പല ലഹള നടക്കുന്നത്. ഇതിന്റെ മറ്റ് പേരുകൾ നോക്കിക്കേ. 90-ാം ആണ്ട് ലഹള. 90-ാം ആണ്ട് ലഹള എന്ന് ചോദിച്ചാൽ ഏതാ? ഊരുട്ടമ്പല ലഹളയാണ്. പുലയ ലഹള. പുലയ ലഹള താഴ്ന്ന ജാതിയിൽപ്പെട്ട പുലയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ നടത്തിയ പ്രക്ഷോഭമായതുകൊണ്ട് ഇതിനെ എന്തെന്നറിയപ്പെടുന്നു? പുലയ ലഹള. അതുപോലെ കണ്ടല ലഹള എന്നും എന്തറിയപ്പെടുന്നുണ്ട്? നമ്മുടെ ഊരുട്ടമ്പലം ലഹള അറിയപ്പെടുന്നുണ്ട്. ഈ കണ്ടല ലഹള PYQ ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. കണ്ടല ലഹള. ഓക്കെ, അപ്പോൾ PSCയുടെ ആൻസർ പ്രകാരം കണ്ടല ലഹള ഊരുട്ടമ്പല ലഹളയാണ്. അപ്പോൾ 90-ാം ആണ്ട് ലഹള എന്നും പുലയ ലഹള എന്നും കണ്ടല ലഹള എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഊരുട്ടമ്പല ലഹളയാണ്. നടന്ന വർഷം പറഞ്ഞു 1915 എന്ത് നടക്കുന്നത്? ഊരുട്ടമ്പലം ലഹള നടക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിക്കേ. അടുത്ത് പറയുന്നു കല്ലുമാല സമരം. അടുത്ത ഏതാണ്? കല്ലുമാല സമരം. എടാ, എന്താണ് ഈ കല്ലുമാല സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴ്ന്ന ജാതിക്കാർ അവരുടെ ജാതിയുടെ അടയാളമായിട്ട് കല്ലിലും മെറ്റലിലും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആഭരണങ്ങൾ അണിയണമായിരുന്നു. കഴുത്തിലും കയ്യിലും കാതിലും ഒക്കെ അവരുടെ ജാതിയുടെ പ്രതീകമായി അല്ലെങ്കിൽ ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ അണിയണമായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ആര് പ്രതിഷേധിച്ചു? അയ്യങ്കാളി പ്രതിഷേധിച്ചു. അദ്ദേഹം എന്തെന്ന് പറഞ്ഞു? മേൽജാതിക്കാർ ഉപയോഗിക്കുന്നത് പോലെ മോഡേൺ ആഭരണങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ സ്ത്രീകൾക്കും അണിയണം, അതിനുള്ള അവകാശം തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് സംഘടിപ്പിക്കുകയായിരുന്നു? കല്ലുമാല സമരം സംഘടിപ്പിക്കുകയായിരുന്നു. പോയിന്റ് നോക്കിക്കേ. പുലയരുൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കഴുത്തിലും കാതിലും ജാതിയുടെ അടയാളവുമായി കല്ലുകൾ കൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത്. ഇതിനെതിരെ 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിയിൽപ്പെട്ടവരെ പോലെ ആധുനിക ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം പിന്നാക്ക ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു. അപ്പൊ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഈ സ്ത്രീകൾ എന്ത് ചെയ്തു? പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി, നമ്മുടെ കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി തങ്ങളുടെ ആഭരണങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് ഇതിനെ എന്തെന്നറിയപ്പെടുന്നു? പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് കല്ലുമാല സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുലയരുൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകള് അവരുടെ ജാതിയുടെ അടയാളമായിട്ട് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത്. അപ്പോൾ അയ്യങ്കാളി എന്ത് ചെയ്തു? ഇതിനെതിരെ പ്രതിഷേധിക്കാൻ അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും അതേപോലെ കമ്മലും ഒക്കെ എന്ത് ചെയ്യുന്നു? അവർ പൊട്ടിച്ചെറിയുന്നു. കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് ഇതിനെ എന്തെന്നും അറിയപ്പെടുന്നു? പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. ഇവിടെ വർഷം ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ്ട 1915 കല്ലുമാല സമരം നടക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിക്കോ. അടുത്ത് നോക്കിക്കേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ SCERT നമ്മുടെ +2 കേരള ഹിസ്റ്ററിക്കകത്ത് പേജ് നമ്പർ 59 ഒരു കാര്യം പറയുന്നുണ്ട്. നോക്കിക്കോ. ഇതിൽ പറയുന്നത് അയ്യങ്കാളി പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം, ഇത് നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹം എന്തൊക്കെ പരിഷ്കാരങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതിനും ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി നിലകൊണ്ടു. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയെ ഇദ്ദേഹം എതിർത്തു. ഇതും നമ്മൾ പറഞ്ഞു. അടുത്ത പോയിന്റ് എന്താ? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കാൻ വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയും ചെയ്തു. പിന്നെ പറയുന്നുണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായി അദ്ദേഹം എന്ത് സംഘടിപ്പിച്ചു? കല്ലുമാല സമരം സംഘടിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള പോയിന്റ്, വസ്ത്രം ധരിക്കാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ 2 പോയിന്റ്സ് ആലോചിച്ച് വെക്കുക. കല്ലുമാല സമരം എന്തിനു വേണ്ടിയിട്ടൊക്കെ നടന്നിട്ടുണ്ട്?
SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു വസ്ത്രധാരണത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെയാണ് കല്ലുമാല സമരം സംഘടിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയും പറയുന്നുണ്ട്. അതേപോലെ എന്താണ്, ജാതിയുടെ അടയാളമായി അവർ ധരിച്ചിരുന്ന കല്ലുമാല വലിച്ചു പൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ, അല്ലെങ്കിൽ പെരിനാട് പോയി അവര് ഇതിനെന്ത് ചെയ്തു, പൊട്ടിച്ചെറിഞ്ഞു, അങ്ങനെ നടന്ന സംഭവമാണ് കല്ലുമാല ലഹള. അതാണ് കല്ലുമാല ലഹള എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 2 പോയിന്റും ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ഓപ്ഷൻ ഏതാണ് എന്ന് നോക്കി ആൻസർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗവും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത് പറയുന്നു, അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടി എന്ന് 1912. അപ്പോ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് എന്നാണ്ട 1912. അതേപോലെ അയ്യങ്കാളി ആരെ കാണുന്നു, ഗാന്ധിജിയെ കാണുന്നു എന്നാണ് 1937. അപ്പോൾ അയ്യങ്കാളി ഗാന്ധിജിയെ കാണുന്നത് എന്നാണ് 1937. ശ്രീനാരായണ ഗുരുവിനെ എന്നാണ് കാണുന്നത് 1912. അതേപോലെ അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേരാണ് പാഞ്ചജന്യം. അയ്യങ്കാളിയുടെ ശവകുടീരമാണ് എന്ത്, പാഞ്ചജന്യം. അങ്ങനെയാണെങ്കിൽ അയ്യങ്കാളി സ്മാരകം അറിയപ്പെടുന്ന പേരെന്താണ്ടാ, ചിത്രകൂടം. അയ്യങ്കാളി സ്മാരകം അറിയപ്പെടുന്ന പേരാണ് എന്ത്, ചിത്രകൂടം. ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോവരുതേ. ശവകുടീരമാണ് ഇത്, പാഞ്ചജന്യം. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേരെന്താണ്, പാഞ്ചജന്യമാണ്. അയ്യങ്കാളി സ്മാരകം അറിയപ്പെടുന്ന പേരെന്തെന്നാണ്, ചിത്രകൂടം. അയ്യങ്കാളി സ്മാരകമാണ് ചിത്രകൂടം. അയ്യങ്കാളിയുടെ ശവകുടീരമാണ് എന്ത്, പാഞ്ചജന്യം. അടുത്ത് നോക്കിക്കോ, ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതെന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2002 ഓഗസ്റ്റ് 12. പഠിക്കാൻ എളുപ്പമല്ലേ? 2002 ഓഗസ്റ്റ് 12. 2002 ഓഗസ്റ്റ് 12. അപ്പോൾ 2002 ഓഗസ്റ്റ് 12 എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. അതേപോലെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. ഇത് എന്നാണ് ആരംഭിക്കുന്നത്, 2010. അപ്പോൾ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചു എന്നാണ് 2010. അതേപോലെ അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്, വെള്ളായണിക്കായൽ. അപ്പോൾ അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്, അത് വെള്ളായണിക്കായലാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും കണ്ടുമുട്ടി 1912. ഗാന്ധിജിയും അയ്യങ്കാളിയും കണ്ടുമുട്ടുന്നു ഏത് വർഷമാണ്, 1937. അയ്യങ്കാളിയുടെ ശവകുടീരമാണ് പാഞ്ചജന്യം. അദ്ദേഹത്തിന്റെ സ്മാരകമാണ് ചിത്രകൂടം. 2002 ഓഗസ്റ്റ് 12 ഇന്ത്യൻ തപാൽ വകുപ്പ് ഇദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. 2010 എന്താരംഭിക്കുന്നു, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്, അത് വെള്ളായണിക്കായലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്കിക്കേടാ. അടുത്ത് പറയുന്നു, 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാളാണ് ഏത്, VJT ഹാള്. ഇത് ചോദിച്ചിട്ടുണ്ട്. 2019 സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാളാണ് ഏത്, VJT ഹാൾ. അടുത്ത പോയിന്റ് നോക്കിക്കേ, അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്ത വർഷം എന്നാണ്, 1980. അപ്പോൾ അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തു വർഷം ഏതാണ്, 1980. ആരാണ് അനാച്ഛാദനം ചെയ്യുന്നത്, ഇന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി. അപ്പോൾ അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തു 1980. ആര് ചെയ്തു, ഇന്ദിരാഗാന്ധി ചെയ്തു. അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഇസ്രാ ഡേവിഡ്. അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ആരാണ്, ഇസ്രാ ഡേവിഡ് ആണ്. അത് കഴിഞ്ഞ് പറയുന്നു, കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്ടാ, നമ്മുടെ തിരുവനന്തപുരത്താണ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്, തിരുവനന്തപുരത്താണ്. അപ്പോൾ 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാളാണ് VJT ഹാൾ.
അതേപോലെ അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്യപ്പെട്ടു 1980. ആര് ചെയ്തു? ഇന്ദിരാഗാന്ധി അനാച്ഛാദനം ചെയ്തു. അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഇസ്രാ ഡേവിഡ് ആണ്. പിന്നെ പറയുന്നു കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എവിടെയാണ്ടാ? തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത പോയിന്റ് നോക്കിക്കേ. അയ്യങ്കാളിയെ കുറിച്ച് ബാക്കിയുള്ള സാഹിത്യകാരന്മാർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. നോക്കിക്കേ. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്ടാ? അത് ആരാണ്? THP ചെന്താരശ്ശേരി. അപ്പോൾ അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? THP ചെന്താരശ്ശേരി. അടുത്ത പുസ്തകം നോക്കിക്കേ. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ് എന്ന് നോക്കാം. കൃതി ഏതായിരുന്നു? അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് 2 പേര് ചേർന്നിട്ടാണ്. M നിസാർ, അതുപോലെ തന്നെ ആര്? മീനാ കന്ദസ്വാമി. അപ്പോൾ M നിസാറും മീനാ കന്ദസ്വാമിയും ചേർന്ന് രചിച്ച കൃതിയാണ് ഏത്? അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്. അപ്പോൾ അയ്യങ്കാളി ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ്? M നിസാറും മീനാ കന്ദസ്വാമിയുമാണ്. അതേപോലെ തന്നെ അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്ടാ? THP ചെന്താരശ്ശേരിയാണ്. ഇങ്ങനെ 1941 ജൂൺ 18 ആര്? അയ്യങ്കാളി അന്തരിക്കുകയുണ്ടായി. ഓക്കെ എടാ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പഠിച്ചാലോ? അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആരെ കുറിച്ചാണ്? അയ്യങ്കാളിയെ കുറിച്ചാണ്. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിക്കുന്നത്. ഓഗസ്റ്റ് 28 നമ്മുടെ കേരളത്തിൽ എന്തായിട്ട് ആചരിക്കുന്നു? അയ്യങ്കാളി ജയന്തിയായിട്ട് ആചരിക്കുന്നു. അദ്ദേഹം ജനിച്ച വീട്ടുപേര് പ്ലാവത്തറ വീടെന്നാണ്. അച്ഛന്റെ പേര് അയ്യൻ, അമ്മയുടെ പേര് മാല, ഭാര്യയുടെ പേര് ചെല്ലമ്മ. ബാല്യകാല നാമം പറഞ്ഞു എന്താണ്? കാളി എന്നാണ് അയ്യങ്കാളിയുടെ ബാല്യകാല നാമം. ഇദ്ദേഹം അന്തരിച്ച വർഷം എന്നാണ്? 1941 ജൂൺ 18 അയ്യന്റെ മകൻ കാളി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്തെന്നറിയപ്പെടുന്നു? അയ്യങ്കാളി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ നോക്കിക്കേ. പേരിനൊപ്പം മഹാത്മാ എന്ന് ചേർത്തിട്ടുള്ള കേരളത്തിലെ ഏക സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്നതും ആരെയാണ്? അയ്യങ്കാളിയെയാണ്. അതുപോലെ ആളിക്കത്തിയ തീപ്പൊരി എന്നും കേരള സ്പാർട്ടക്കസ് എന്നും അറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെട്ടത് അയ്യങ്കാളിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചപ്പോൾ പുലയ രാജ എന്ന വിശേഷണം കൊടുത്തത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ാണ് അയ്യങ്കാളി എന്ന് പറഞ്ഞു ആര്? EK നായനാർ. അത് കഴിഞ്ഞ് പറഞ്ഞത് അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അദ്ദേഹം എന്തെന്ന് പറഞ്ഞു? ഞാനിതാ പുലയശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠമെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ആരാണ്? അയ്യങ്കാളിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വില്ലുവണ്ടി യാത്രയെ കുറിച്ചാണ്. എന്താണ് വില്ലുവണ്ടി യാത്ര? 1893 സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എവിടെ നിന്ന്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ കവടിയാറിലോട്ട് അയ്യങ്കാളി നടത്തിയതാണ് എന്ത്? വില്ലുവണ്ടി യാത്ര. എന്തിനു വേണ്ടി? ദളിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി. 1898 നടന്ന ആറാലുമൂട് ലഹളയ്ക്കും ചാലിയത്തെരുവ് ലഹളയ്ക്കും നേതൃത്വം നൽകി ആര്? അയ്യങ്കാളി. 1905 വെങ്ങാനൂരിൽ അദ്ദേഹം ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നു. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട എന്താണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നു. 1905-1907 കാലഘട്ടത്തിൽ അദ്ദേഹം കർഷക സമരം സംഘടിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു അദ്ദേഹം എന്ത് സ്ഥാപിക്കുന്നു? സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നു. എന്തിനു വേണ്ടി? അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. എന്തിന്റെ മാതൃകയിൽ? SNDPയുടെ മാതൃകയിൽ 1907 അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. 1938 ഇതിന്റെ പേര് എന്താക്കി മാറ്റി? പുലയ മഹാസഭ എന്നാക്കി. ഇതിനൊരു മുഖപത്രം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ പേര് നമ്മൾ പഠിച്ചു. എന്താണ്? സാധുജന പരിപാലിനി. വന്ന വർഷം 1913. എവിടെ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു? ചങ്ങനാശ്ശേരി. ആദ്യത്തെ എഡിറ്റർ അല്ലെങ്കിൽ മുഖ്യ പത്രാധിപർ ആരാണ്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. KC കറുപ്പൻ എന്നറിയപ്പെടുന്ന ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്താണ്?
സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ 3 ലക്ഷ്യങ്ങൾ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? അവർണജാതിയിൽപ്പെട്ടവർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് എന്ത് വർധനവ്? കൂലി വർധനവ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം ഇദ്ദേഹം അംഗമായിരുന്നു. 1911 ഡിസംബർ 5-നാണ് ഇദ്ദേഹം ആദ്യമായി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്. അതേപോലെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന ആദ്യത്തെ ദളിതനാണ് ആര്? ശ്രീ അയ്യങ്കാളി. 1912 നെടുമങ്ങാട് നടന്ന നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയും ആരാണ്? അത് നമ്മുടെ അയ്യങ്കാളിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു ഊരുട്ടമ്പല ലഹള. ഇത് എന്തിനു വേണ്ടിയാണ്? പഞ്ചമി എന്ന് പറയുന്ന ദളിത് വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഈ ഊരുട്ടമ്പല ലഹള. എന്ത് ചെയ്തു? പഞ്ചമിയെ പഠിക്കാൻ സമ്മതിച്ചില്ല, സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു മേൽജാതിക്കാർ. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അയ്യങ്കാളി എന്ത് ചെയ്തു? പഞ്ചമിയെ സ്കൂളിൽ കയറ്റിയിരുത്തി. ഇതിഷ്ടപ്പെടാത്ത മേൽജാതിക്കാർ ആ സ്കൂളിന് തീയിട്ട് നശിപ്പിച്ചു. അപ്പോൾ ഇതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് ഊരുട്ടമ്പല ലഹള. നടന്ന വർഷം പറഞ്ഞു 1915-ലാണ്. ഇതിന്റെ മറ്റു പേരുകളാണ് 90-ാം ആണ്ട് ലഹള, പുലയ ലഹള, അതുപോലെ കണ്ടല ലഹള. കണ്ടല ലഹള പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ആൻസർ ഏത് തന്നെയാണ്? ഊരുട്ടമ്പല ലഹള എന്ന് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞു കല്ലുമാല സമരം. കല്ലുമാല സമരം എന്തായിരുന്നു? പുലയരുൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകള് ജാതിയുടെ അടയാളമായിട്ട് അണിഞ്ഞിരുന്ന കല്ലുമാലകൾ എന്ത് ചെയ്തു? കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് 1915 പൊട്ടിച്ചെറിഞ്ഞ് അതൊരു കൂമ്പാരമായി ഇപ്പോഴും കിടപ്പുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? ആധുനിക ആഭരണങ്ങൾ എല്ലാവരും ധരിക്കുന്നത് പോലെ പുലയ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും അത് ധരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അയ്യങ്കാളി 1915 എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ച് നടത്തിയ ഒരു സമരമാണ് എന്തെന്ന് പറയുന്നത്? കല്ലുമാല സമരം. കല്ലുമാല സമരം പെരിനാട് വെച്ച് നടന്നതുകൊണ്ട് എന്തെന്നറിയപ്പെടുന്നു? പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, അടുത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ +2 കേരള ഹിസ്റ്ററിയിൽ പേജ് നമ്പർ 59-ന്റെ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതായത് വസ്ത്രം ധരിക്കാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ നടത്തിയ സമരമാണ് ഈ കല്ലുമാല സമരം എന്നുള്ള പോയിന്റ് പറയുന്നുണ്ട്. അപ്പോൾ കല്ലുമാല സമരം ആലോചിക്കുമ്പോൾ നമുക്ക് 2 പോയിന്റ് നമ്മുടെ മനസ്സിലോട്ട് വരണം. എന്താണ്? ഒന്ന്, ആഭരണങ്ങൾ അണിയാൻ വേണ്ടിയിട്ട്. 2, എന്താണ്? വസ്ത്ര സ്വാതന്ത്ര്യം. നമ്മുടെ ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് എഴുതണം. ഓക്കെ അല്ലേടാ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1912-ലാണ്. അയ്യങ്കാളിയും ഗാന്ധിജിയും കണ്ടുമുട്ടിയെന്ന് 1937. പിന്നെ പറഞ്ഞു അയ്യങ്കാളിയുടെ ശവകുടീരമാണ് പാഞ്ചജന്യം. അയ്യങ്കാളിയുടെ സ്മാരകമാണ് ഏത്? ചിത്രകൂടം. 2002 ഓഗസ്റ്റ് 12-ന് നമ്മുടെ ഇന്ത്യൻ തപാൽ വകുപ്പ് എന്ത് ചെയ്യുന്നു? അയ്യങ്കാളിയെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുന്നു. 2010 എന്ത് സംഭവിച്ചു? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നു. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് ഏത്? വെള്ളായണിക്കായൽ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ഇദ്ദേഹത്തിന്റെ പേരില് തിരുവനന്തപുരം ജില്ലയിൽ കേരള സർക്കാർ എന്ത് ചെയ്തു? ഒരു ഹാള് അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്തു. ആ ഹാൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VJT ഹാളാണ്. അതേപോലെ അയ്യങ്കാളിയുടെ പ്രതിമ 1980 ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? അനാച്ഛാദനം ചെയ്തു. ഈ പ്രതിമയുടെ ശില്പി ആരാണ്ട? ഈസ്ര ഡേവിഡ് ആണ്. അതേപോലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട 2 കൃതികളാണ്. ആദ്യം നമ്മൾ പറഞ്ഞു അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? THP ചെന്താരശ്ശേരിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് 2 പേര് ചേർന്നാണ്. ആരൊക്കെയാണ്? M നിസാറും അതേപോലെ മീനാ കന്ദസ്വാമിയും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചത് ആരെക്കുറിച്ചാ? അയ്യങ്കാളിയെ കുറിച്ചാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.